നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എം.വി. ഗോവിന്ദനും ഇ.പി. ജയരാജനും CPM നൽകിയ ഇരട്ട നീതിയിൽ പാർട്ടിക്കുള്ളിൽ അമർഷം പുകയുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടയിൽ ഇ.പി. ജയരാജൻ നടത്തിയ RSS അനുകൂല പ്രസ്താവനയ്ക്ക് സമാനമായ രീതിയിൽ പരസ്യ പ്രസ്താവന നടത്തിയിട്ടും എം.വി. ഗോവിന്ദൻ മാഷിനെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുകൂലിച്ചതാണ് വിവാദമായത്. നിലമ്പൂർ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ എം.വി. ഗോവിന്ദൻ നടത്തിയ RSS കൂട്ടുകെട്ട് പരാമർശത്തിൽ CPM വെട്ടിലായി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇ.പി. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെങ്കിൽ ഇക്കുറി പ്രതിസന്ധി ഉണ്ടാക്കിയത് സാക്ഷാൽ ഗോവിന്ദൻ മാഷ് തന്നെയാണ്. നിലമ്പൂർ ന്യൂനപക്ഷ മേഖലയായതിനാൽ ഗോവിന്ദന്റെ പ്രസ്താവന തോൽപ്പിച്ചത് സ്വരാജിനെയാണ്. പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ MA ബേബി ഉടൻ തലസ്ഥാനത്തെയും എം.വി. ഗോവിന്ദനെതിരെ നടപടി വരുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. RSSുമായല്ല ജനതാ പാർട്ടിയുമായാണ് സഹകരിച്ചത് എന്ന് LDF സ്ഥാനാർത്ഥി M. സ്വരാജ് പാർട്ടി സെക്രട്ടറിയെ തള്ളിയതോടുകൂടി പറഞ്ഞത് വളച്ചൊടിച്ചതാണെന്നാണ് വിശദീകരണവുമായി എം.വി. ഗോവിന്ദൻ രംഗത്തു വന്നത്. വോട്ടെടുപ്പിന് തലേന്ന് എം.വി. ഗോവിന്ദൻ സത്യം വിളിച്ചു പറഞ്ഞ് മനഃപൂർവ്വമാണ് എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. BJP ഇത്തവണയും സഹായിക്കണമെന്ന പരസ്യമായ അഭ്യർത്ഥന തന്നെയാണ് എം.വി. ഗോവിന്ദൻ നടത്തിയത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി സ്വരാജ് തോൽവി ഉറപ്പിച്ചിരുന്നു. അടിയന്തര അവസ്ഥ കാലത്ത് RSSുമായി സഹകരിച്ചിരുന്നുവെന്ന് തുറന്നു പറയുന്നത് വിവാദമായാലും പ്രശ്നമില്ല എന്ന എം.വി. ഗോവിന്ദന്റെ പരാമർശത്തിൽ ആടി ഉലയുകയാണ് CPM. RSSുമായി CPM സഹകരിച്ചിട്ടില്ലെന്നും അടിയന്തരാവസ്ഥ കാലത്ത് ജനതാ പാർട്ടിയുമായാണ് ഇടതുപക്ഷം സഹകരിച്ചതെന്നും തിരുത്തി M. സ്വരാജ് രംഗത്തെത്തി. RSS വോട്ട് ലക്ഷ്യമിട്ടുള്ളതാണ് ഗോവിന്ദന്റെ പരാമർശമെന്ന് ആക്ഷേപം ഉയർന്നതോടുകൂടി അങ്ങനെ താൻ പറഞ്ഞിട്ടില്ല എന്ന് എം.വി. ഗോവിന്ദൻ മലക്കം മറിഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് ജനസംഘം ഉൾപ്പെടെ വിവിധ പാർട്ടികൾ ചേർന്ന ജനതാ പാർട്ടിയായിട്ടാണ് താൻ പറഞ്ഞത് എന്നും RSSുമായി ഒരു കാലത്തും ബന്ധമില്ലെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വടകരയിലും ബേപ്പൂരിലും EMSന്റെ കാലത്ത് RSSുമായി കോൺഗ്രസ് സഖ്യം ഉണ്ടാക്കിയിരുന്നുവെന്ന് ആരോപിച്ച വിവാദത്തിൽ നിന്ന് തടിയൂരാനായിരുന്നു എം.വി. ഗോവിന്ദന്റെ ശ്രമം. അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമല്ല 89ലും RSSുമായി CPM കൂട്ടുകൂടിയെന്ന് പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചു. കോൺഗ്രസ് വിരോധത്തിന്റെ പേരിൽ ഇപ്പോഴും ബന്ധമെന്നും VD സതീശൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തലേന്ന് RSS ബന്ധത്തിൽ വിവാദം ചൂടുപിടിച്ചതിൽ പാർട്ടിക്കുള്ളിൽ വലിയ അമർഷമുണ്ട്. ഇത് തണുപ്പിക്കാൻ വേണ്ടി കൂടിയാണ് എം.വി. ഗോവിന്ദൻ ചരിത്രത്തെ കൂട്ടുപിടിച്ച് ന്യായീകരണവുമായി എത്തിയത്. പറഞ്ഞത് 50 വർഷം മുമ്പുള്ള കാര്യമാണെന്നും രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചൂണ്ടിക്കാണിച്ച ഉദാഹരണമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. RSSുമായി അന്നും ഇന്നും എന്നും ബന്ധമുണ്ടാകില്ലെന്നും ചരിത്രത്തിന്റെ ഭാഗമായതിനെ പഠിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതു മുതൽ കേരളത്തിൽ പ്രത്യേകിച്ച് നിലമ്പൂരിൽ ആവേശമായിരുന്നു. വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഇടതുപക്ഷം അവിടെ മത്സരിച്ചത്. ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മുന്നോട്ട് വെക്കാൻ UDFന് സാധിച്ചില്ല. ജമാഅത്തെ ഇസ്ലാമിയെ UDF വെള്ളപൂശി. ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന തീവ്ര പ്രസ്ഥാനത്തെ അസോസിയേറ്റ് ആയി ചേർത്തു നിർത്തുന്നത് UDF ആണ്. RSS ഉൾപ്പെടെ ശക്തിയായി പ്രവർത്തിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. രണ്ട് വർഗീയ ശക്തികളെയും ഒന്നിച്ചു നേരിടാൻ ഇടതുപക്ഷം തയ്യാറായി മുന്നോട്ടു പോകുന്നു. ഒരു വർഗീയ ശക്തികളുടെയും പിന്തുണ വേണ്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വികസനമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നതെന്ന് UDFന് ഇത് പറയാനും സാധിക്കില്ല. സർക്കാരിനെതിരെ പറയാൻ ഒരു ആയുധം പോലും UDFന് ഇല്ലായിരുന്നു എന്നാണ് എം.വി. ഗോവിന്ദൻ പറയുന്നത്. ഞാൻ വർഗീയവാദികളുമായി ചേരുന്നു എന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നു. ചരിത്രത്തെ ചരിത്രമായി പഠിക്കണം. അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽ കിടക്കുന്നവരാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്നതായിരുന്നു മുദ്രാവാക്യം. ഇതിനെതിരെ ശക്തമായ മുന്നേറ്റം നടന്നു. അർദ്ധ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടം വിവിധ പാർട്ടികൾ ചേർന്ന് ജനതാ പാർട്ടി രൂപീകരിച്ചു. RSSും അതിന്റെ ഭാഗമായിരുന്നു. ഇന്ത്യ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയപ്പോൾ സഹകരിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത് എന്നും ഗോവിന്ദൻ പറഞ്ഞു. RSSുമായി CPM കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെയും ഇല്ല, ഇന്നുമില്ല, ഇനി നാളെയും ഉണ്ടാകുകയില്ല. RSS യഥാർത്ഥത്തിൽ UDFുമായി ചേർന്നാണ് പ്രവർത്തിച്ചത്. RSSന്റെ വോട്ടുകൾ വേണ്ടെന്ന് പറഞ്ഞവരാണ് ഞങ്ങൾ. കാവ്യവൽക്കരണത്തിന്റെ കേന്ദ്രമായി രാജ്ഭവൻ മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെ എപ്പോഴാണ് ഗോഡ്സെയുടെ ഫോട്ടോ വെക്കുന്നത് എന്നറിയുള്ളൂ. രാഷ്ട്രീയം ഉപേക്ഷിക്കുകയല്ല, ശരിയായി രാഷ്ട്രീയം ഉപയോഗിക്കാൻ യുവതലമുറയെ പഠിപ്പിക്കണം. 50 കൊല്ലം മുൻപ് നടന്ന സംഭവം വിവാദമാക്കേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചൂണ്ടിക്കാണിച്ച ഉദാഹരണം ആണത്. നിലമ്പൂരിലെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. UDFനെ അവർ പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും. ഒരു ജാഗ്രത കുറവും സംഭവിച്ചിട്ടില്ല. ഒരു വോട്ടും ഇക്കാരണം കൊണ്ട് കുറയുകയുമില്ല എന്ന് എം.വി. ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ചാനൽ അഭിമുഖത്തിലെ ചോദ്യത്തിന് ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരിക്കലും സഹകരിച്ചില്ല എന്ന മറുപടി പറഞ്ഞുകൊണ്ടായിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം RSSുമായി CPM ചേർന്ന് പ്രവർത്തിച്ചത് ഗോവിന്ദൻ സ്ഥിരീകരിച്ചത്. ഭരണ നേട്ടവും വർഗീയതയ്ക്കെതിരായ ചെറുത്തുനിൽപ്പും ഉയർത്തിക്കാട്ടിയാണ് നിലമ്പൂരിൽ പാർട്ടി പ്രചാരണം കൊഴുപ്പിച്ചത് എന്നതിനാൽ CPM RSS സഹകരണവുമായി ബന്ധപ്പെട്ട സെക്രട്ടറിയുടെ തുറന്നുപറച്ചിൽ അതിവേഗമാണ് സമൂഹ മാധ്യമ
മാധ്യമങ്ങളിലൊക്കെ കത്തിപ്പടർന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏറെയുള്ള നിലമ്പൂരിലെ വിജയ പ്രതീക്ഷയ്ക്ക് പോലും സെക്രട്ടറിയുടെ പ്രതികരണം തിരിച്ചടിയാകുമെന്നാണ് പാർട്ടി തന്നെ വിലയിരുത്തിയത്. ആസ്ഥാനത്തുള്ള പ്രസ്താവന തിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചതോടുകൂടി വാർത്താ സമ്മേളനം നടത്തി ഗോവിന്ദൻ RSSുമായി CPM ഇതുവരെ ഒരു കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ മലക്കം മറിഞ്ഞു. ഇതിനിടെ CPM RSS സഹകരണം ശരിവെച്ച് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K രാമൻപിള്ള രംഗത്തെത്തി. 1977 CPM മത്സരിച്ച് RSS പിന്തുണയോടെയാണെന്നും RSS വോട്ട് CPM സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നും അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നു. വിഷയത്തിൽ ഗോവിന്ദനെ തള്ളി CPI രംഗത്ത് വന്നു. 50 വർഷം മുമ്പ് സംഭവിച്ച രാഷ്ട്രീയത്തിൽ ചുറ്റിത്തിരിയാൻ CPIയിലെയും എന്ത് കാര്യം എപ്പോൾ പറയണമെന്നതിൽ പാർട്ടിക്ക് വ്യക്തതയുണ്ടെന്നും പറഞ്ഞ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അതൃപ്തി പരസ്യമാക്കി. വിവാദം പാർട്ടിക്ക് പരിക്കേൽപ്പിച്ചതോടുകൂടി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി ഗോവിന്ദനെ തിരുത്തുകയും RSSനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് പ്രതിരോധമാക്കുകയും ചെയ്തു. മുൻ ഉപതെരഞ്ഞെടുപ്പുകളിലേതിന് സമാനമായി നിലമ്പൂരിലെയും UDFനെയും വർഗീയ മുന്നണിയായി ചിത്രീകരിക്കാൻ പ്രചരണത്തിൽ CPM ശ്രദ്ധിച്ചിരുന്നു. ഭൂരിപക്ഷ വോട്ടിൽ ഉൾപ്പെടെ പ്രത്യേകം കണ്ണുവെച്ച വെൽഫെയർ പാർട്ടിയുടെ UDF പിന്തുണ ചൂണ്ടിക്കാട്ടിയായിരുന്നു UDF വർഗീയ കൂടാരമെന്ന പ്രചാരണം രംഗത്ത് വന്നത്. അതിനിടയിലാണ് പാർട്ടിയും RSS മുമ്പ് ഒരു കൂടാരത്തിലായിരുന്നെന്ന കാര്യം സെക്രട്ടറി തന്നെ തുറന്നു പറയുന്നത്. വിവാദ അഭിമുഖം പുറത്തുവന്നതോടുകൂടി CPMൽ വർഗീയ വിരുദ്ധ നിലപാട് കാപട്യമെന്ന് അവർ തന്നെ സമ്മതിച്ചെന്ന് UDF ചൂണ്ടിക്കാട്ടുന്നു. BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള വിവാദ കൂടിക്കാഴ്ച പാർട്ടിയെ മുൾമുനയിലാക്കിയിട്ടും EP ജയരാജനെ CPM പരസ്യമായി തള്ളിപ്പറഞ്ഞില്ല. ഇതിനും പിന്നിൽ പിണറായിയുടെ ഇടപെടലാണ് ഉള്ളത്. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ EPക്കെതിരെ വിമർശനം ഉണർന്നെങ്കിലും നടപടി വേണമെന്നും പരസ്യ നിലപാടിൽ പിന്തുണയ്ക്കുന്ന സമീപനം മതിയെന്നും ധാരണയിലെത്തുകയായിരുന്നു. ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും CPM EPക്ക് അനുമതി നൽകി. എന്നാൽ EP അതിനും തയ്യാറായില്ല. EPക്കെതിരെ മുഖ്യമന്ത്രി പരസ്യമായി ഉന്നയിച്ച വിമർശനങ്ങൾ ശരിയാണെന്നായിരുന്നു യോഗത്തിന്റെ നിലപാട്. പരസ്യമായി തള്ളിപ്പറയാതിരിക്കുമ്പോഴും കൂട്ടുകെട്ടുകളിൽ EP ജാഗ്രത പുലർത്തണമെന്നും നേരത്തെയും ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തില്ല എന്നുമുള്ള പിണറായി വിജയന്റെ പരാമർശം ശരിവെക്കുന്നതോടുകൂടി ജാഗ്രത കുറവുണ്ടായി എന്ന് അംഗീകരിക്കുകയായിരുന്നു പാർട്ടി. ജാവദേക്കറെ കണ്ടതിൽ തെറ്റില്ല എന്നും കൂടിക്കാഴ്ച നിഷ്കളങ്കമായിരുന്നു എന്നുമാണ് സെക്രട്ടേറിയറ്റ് യോഗശേഷമുള്ള സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിശദീകരണം. രാഷ്ട്രീയ എതിരാളികളെ പല സന്ദർഭങ്ങളിലും കാണുകയും സംസാരിക്കുകയും ചെയ്യേണ്ടി വരും. അങ്ങനെ കാണുമ്പോഴൊക്കെ അവസാനിച്ചു പോകുന്ന പ്രത്യാശാസ്ത്രം കരുത്ത് മാത്രമേ ഇടതുപക്ഷ നേതാക്കൾക്ക് ഉള്ളൂ. പൈങ്കിളി ശാസ്ത്രമാണത്. വ്യക്തിപരമായി ഓരോളും കണ്ടുവെന്ന് പറഞ്ഞാൽ തെറ്റായി പോയി എന്ന് പറയാൻ മാത്രം എന്ത് ഭദ്രതയാണുള്ളത്? ഇനി മറ്റ് നേതാക്കൾ ജാവദേക്കറുമായി കണ്ടാലും കുഴപ്പമില്ല എന്നതിലേക്ക് വരെ സെക്രട്ടറിയുടെ ന്യായീകരണവും ഉദാര സമീപനവും നീണ്ടുപോകും. പിണറായി എഴുതി കൊടുത്തത് വായിക്കുകയാണ് ഗോവിന്ദൻ ചെയ്തത്. EPക്കെതിരെ നടപടിക്ക് മുതിരുന്നത് പ്രതിപക്ഷത്തിന് നൽകുന്ന വടിയായിരിക്കുമെന്ന വിലയിരുത്തലും ഉണ്ടായി. EPയുടെ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ EPക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിയിലേക്കും പ്രതിപക്ഷ ആരോപണവും നീളും. ഈ സാഹചര്യത്തിലാണ് EPയെ പിന്തുണച്ച് മുഖം രക്ഷിക്കലാണ് ഉചിതമെന്ന വിലയിരുത്തൽ ഉണ്ടായത്. ജാവദേക്കറെ കണ്ടില്ലെയല്ല, നന്ദകുമാറുമായുള്ള സൗഹൃദമാണ് ഏറെ വിമർശിക്കപ്പെടുന്നത്. അദ്ദേഹമായുള്ള ബന്ധം നേരത്തെ അവസാനിപ്പിച്ചെന്ന് EP യോഗത്തിൽ വിശദീകരിച്ചു. EPയെ പാർട്ടി പിന്തുണച്ചതിന് പിന്നാലെ കനത്ത വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. EP ജയരാജനെ തൊടാൻ CPM മുഖ്യമന്ത്രിക്കും ഭയമാണ് എന്നും മുഖ്യമന്ത്രിയുടെ ഏജന്റായി BJPയുമായി സംസാരിച്ച് EP ജയരാജനെതിരെ ചെറുവിരൽ അനക്കാനുള്ള ധൈര്യം CPMനില്ലെന്നും VD സതീശൻ പറയുകയാണ്.